പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും ഈശോയുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ പോരായ്മകളും എല്ലാം മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, 50 നോൻപിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. ദൈവസ്നേഹത്തെ കൂടുതൽ അറിഞ്ഞു ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ നോമ്പ് കാലഘട്ടം ഈശോയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ എത്ര ഭാഗ്യവതിയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ച അമ്മയാണ്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വീടുകളിലും ഹോസ്പിറ്റലുകളുമായി കഴിയുന്ന അനേകം രോഗികളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് എല്ലാവർക്കും ഒരു വിടുതൽ കൊടുത്ത് അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഇടപെടണമേ. അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സമീപത്തേക്ക് അമ്മ കടന്നു വരണമേ. ഒരു കുഞ്ഞു പോലും വേദനയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലും കഴിയുവാൻ അനുവദിക്കരുതേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. അവർ ചെയ്യുന്ന ജോലിയിൽ പ്രശോഭിപ്പാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും കടന്നു വരണമേ. എല്ലാ മക്കളുടെ ആകുലതകളിലേക്ക് കടന്നു വരണമേ. എല്ലാ മക്കളുടെ പ്രയാസങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, കണ്ണീരോടെയും വേദനയോടെയും ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നല്ലൊരു ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെ ആവശ്യങ്ങളും അറിയുന്ന അമ്മേ, വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധമുള്ള വഴിയുടെ വാതിലുകൾ തുറക്കണമേ. അമ്മേ മാതാവേ, അലസതയോടെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അലസതയുടെ സ്വഭാവങ്ങളും എടുത്തു മാറ്റി സന്തോഷത്തോടെയും ചുറുചുറുക്കോടും കൂടി ഭൂമിയിൽ ജീവിപ്പാൻ അവരെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. വഴി അറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴി കാട്ടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളെയും പേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാവലും സംരക്ഷണവും നൽകണമേ. ചെയ്യുന്ന ജോലികളെ പ്രശോഭിപ്പാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന അനേകം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ഈശോയോട് ചേർത്ത് നിർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞു പൈതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കൂടെ അമ്മയുണ്ടായിരിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അമ്മേ, ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു. ഇന്ന് വരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ.
അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെയെല്ലാം ഏറ്റെടുക്കണമേ. ഇന്നേ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.